മുതലിയാർ അപ്പാ വണക്കം. ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായി തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയായിരുന്നു, രാജരക്തമായിരുന്നു. പൊക്കി പറയുന്നു വിചാരിക്കരുത്. ഈ തള്ളേടൻ തന്തേടൻ തറവാടിത്തം കണ്ടു കഴിഞ്ഞാല് മുതലിയാർ ഇവരുടെ മകനാണെന്ന് ആരും പറയേയില്ല. വാങ്ങോ, അടുത്ത ലിംഗത്തെ കാണാൻ. ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്രലിംഗ മുതലിയാർ. അയ്യോ, ഇത് MGR അല്ലേ? നല്ല സാമ്യമുണ്ടല്ലേ? MGRും ഞങ്ങളുടെ ഒരു ലിംഗത്തിൽപ്പെടും. ഇതേത് ലിംഗത്തിൽപ്പെടും? ഇത് എന്നോട് മകൻ ശരവണലിംഗം, മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിളെ. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവൻ അങ്ങനൊന്നുമില്ല, എന്ത് ചെയ്യാനും തയ്യാറാണ്. എന്ന് വെച്ചാ പണിയൊന്നുമില്ല, നമുക്ക് പണിയാവും. ഇത് എന്നോട് പെരിയ വീട് വിശാലാക്ഷി. വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. ഇത് എന്നോട് ചെല്ല കിളിമകൾ മരതകം. ചെല്ല എന്നാ ബോഡി രാജനട ആമ്പിളെന്നെ ഇപ്പടി ഇരിക്കണം. നീ എങ്ങനെ അധികം ഇറുക്കണ്ട. ഉള്ള ബോഡി ഔട്ട് ഹൗസ് പക്കം എത്തി പാത്തേം തെരഞ്ഞ തൊലച്ചിടവൻ ജാഗ്രത. കാഞ്ചി കാമാക്ഷി വെളുക്കാൻ തേച്ചത് പാണ്ടാകക്കൂടാത്. ഇവിടെ രാത്രിയിലെ ഭക്ഷണം എങ്ങനെയാണ്? ഇവിടുന്ന് തരോ അതോ പുറത്തു പോയി കഴിക്കണം? പാപ്പാത്തി തരൂ. അയ്യോ, ചപ്പാത്തി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ എന്തെങ്കിലും മതി. പാപ്പാത്തി എന്ന് പറഞ്ഞത് ഇവിടത്തെ വേലക്കാരുടെ പേരാ. അപ്പൊ അവളുടെ അമ്മയുടെ പേര് പൊറോട്ട എന്നായിരിക്കുമല്ലോ. ഇത് വല്ല സീരിയലിലെ യക്ഷികൾക്ക് വാടക കൊടുക്കാൻ പറ്റും. ഉള്ള വന്ന് ചെറുതായി നിങ്ങക്ക് കല്യാണ മണ്ഡപം കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ? തിരിച്ചു വരുമ്പോഴേക്കും ശുദ്ധം ചെയ്ത് തരാൻ. ഇതാ പാപ്പാത്തി. ഇത് ചപ്പാത്തിയും പൊറോട്ട ഒന്നുമല്ല, മസാല ദോശയാ. ഒന്നും അടക്കാൻ തോന്നണില്ല. ഞാൻ അടപ്പിക്കണോ? എല്ലാം കൂട്ടി പറക്കി ശുദ്ധ പണി അരമന മാതിരി ആക്കിടണം. എന്നാ സരി, എന്നാ പോ തുടപ്പെല്ലാം എടുത്തിട്ട് വാ. உங்களுக்கு തിരുമണം ആച്ചാ? അച്ചുവണ്ണൻ അങ്ങനെ പ്രത്യേകിച്ച് തിരുമണമെന്നില്ല. എനിക്ക് പാപ്പാത്തിയെ കൊണ്ടും തിരുമിച്ചാ കൊള്ളാന്നുണ്ട്. അതല്ലേ കല്യാണം ആച്ചാനാ ചോദിച്ചത്. എനിക്ക് കല്യാണവുമായി 4-5 കൊച്ചുങ്ങളുമായി. എപ്പോ? അപ്പടിയാ, ശരി വരാൻ. எங்க அப்பா மாதிரி ஒரு சின்ன வீடு கட்டிக்கிறியா? പാവം കുട്ടി, പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല. ഒരു ചിന്ന വീട്ടിൽ താമസിക്കണമെന്ന് അതിന്റെ ആഗ്രഹം. എടാ പൊട്ട, ചിന്ന വീടെന്ന് പറഞ്ഞ 2ാം ഭാര്യ എന്ന അർത്ഥം. മുളച്ച് 3 ഇല വിരിഞ്ഞില്ല, അതിനു മുമ്പ് കേട്ടില്ലേ അവളുടെ? അച്ചുവേട്ടാ സൂക്ഷിക്കണം. പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കുന്ന പ്രായമാണ്. ഞാനും ഒന്ന് സൂക്ഷിച്ചേക്കാം. മൂക്കത്താ ശുണ്ടി ഒറ്റക്കൊമ്പനെന്നാ നാട്ടിലെല്ലാരും വിളിക്കണേ. അച്ഛനേക്കാൾ എനിക്ക് ഓർമ്മ ഏട്ടനെയാ. എന്നെ വലിയ ഇഷ്ടാ. പക്ഷേ ഇപ്പൊ ആ മുഖത്ത് നോക്കാൻ പോലെ എനിക്ക് പേടിയാ. മീനുവാക്കാ, അവര് മാരീഡ് தான். 4-5 குழந்தைகள் இருக்கு. யாருக்கு? நம்ம சரத்குமாருக்கு. சும்மா இருடி, இது அவரோட தங்கச்சி. உங்க அண்ணனுக்கு இவளை சரத்குமார் தான் പേരിട്ടിരിക്കുന്നത്. ഏട്ടൻ എത്ര പിള്ളേരുണ്ടെന്നാ പറഞ്ഞത്? 4-5. കഴുത, അവർക്ക് ഇനി കല്യാണമേ ആകല. നിജമാ? அவரோட அனுவாதம் இல்லாம இந்த தங்கச்சி அவரோட ஃப்ரெண்ட கெட்டிக்கிட்டா. அதனால அப்படியா? அப்பா இப்பதான் மூச்சு சரியாയി വന്നത്. ഒന്നുമില്ല. മാമാവുടെ ചിന്ന വീട്ടിലെ ഒരേ ഒരു മോളാ. ഞാൻ വന്നാ പിന്നെ എന്റെ വല തൂങ്ങും. 2 ഭാര്യമാരും ഒരേ വീട്ടിലാണ് താമസം. ഈ നാട്ടിൽ അതൊന്നും വലിയ കാര്യമല്ല. അൻപക്കൊന്ന് ആശയ്ക്കൊന്നെന്നാ ഇവിടുത്തെ ചൊല്ല് തന്നെ. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വലിയ സ്വത്തൊക്കെയുള്ള ആളാവുമ്പോ ഞങ്ങളോടൊക്കെ മിണ്ടുന്ന പോലും വിചാരിച്ചതല്ലേ. സത്യം പറഞ്ഞ എന്നെക്കാളും സ്വത്തുകാരി ആദരയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഈശ്വര, എന്തേ പറയണേ? നമുക്കിഷ്ടമുള്ള, നമ്മളോട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. എന്ന് വെച്ചാ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് വിശ്വാസമുള്ള ആരോടെങ്കിലും തുറന്നു പറഞ്ഞാ ഇത്തിരി ആശ്വാസം കിട്ടും. തുറന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. സത്യമായി சொன்ன ഞാൻ മുതലേരല്ലേ, നിങ്ങളെപ്പോലൊരു മലയാളിയ. നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യപിച്ചിട്ട് ഇങ്ങനെ അച്ഛനെ അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും. ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറെ ഒരു ദരിദ്രവാസിയായിരുന്നു. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തുറന്ന് വിറ്റിടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലിയാർ പെണ്ണിനെ കെട്ടി മീനാക്ഷി അമ്മ
അങ്ങനെ വെറും ശങ്കരലിംഗ മുതലായി. പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, പഴമൊഴി. ഇത് ബിസിനസ്സിലേക്കുള്ള കയറ്റം. വെച്ചിടി കയറ്റം. ഓ, പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തുമൊഴി എഴുതി വെച്ചിട്ട് വെള്ളമിറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കിട്ടി ഒരു മുതലിയാര് പെണ്ണിനെ. പക്ഷെ അവിടെ തന്തയുടെ സ്വത്തെല്ലാം ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കോടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കൈ വെള്ളയിലിട്ടിങ്ങനെ ഡിങ്കിൾ അമ്മാനെ പാടും. എന്നിട്ട് മുള്ളിനെ മടക്കി കുതിയിട്ട് ഈശ്വര എന്തായി കാണിക്കുന്നത്? ഔട്ട് ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്ന് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ. ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നത്. എത്ര ഓടിച്ചാലും ഞാൻ ബോധം വിടില്ല. ഈ ശ്രീരാമലിംഗ സ്റ്റഡി ആയിരിക്കും. സ്റ്റഡി ആയിട്ട് നിൽക്കും. എനിക്കറിയാത്തതല്ലോ. രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞത്. ഇതാണ് ഓരോരുത്തരുടെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളിച്ചെല്ലണമെന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമോന്നാ എന്റെ പേടി. സിറ്റിയിലെങ്ങനെ താമസിച്ചാൽ മതിയായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ വലിയ ശല്യമൊന്നുമില്ല. എവിടെ വെച്ചാലും എനിക്ക് സമ്മതം. അയ്യോ, ഇപ്പൊ അതൊന്നും വേണ്ട. എടാ, വിളമ്പി തരണോന്നാ ചോദിച്ചത്. എന്നാ വിളമ്പിക്കോ. വേണ്ട, ഞങ്ങൾ വിളമ്പിക്കോളാം. പൊയ്ക്കോ. ആ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പോയി വിളമ്പടാ. ആ കുട്ടി വെറും പാവോ. ഏത് കുട്ടി? മീനാക്ഷി. ഏയ്, അത് പാവൊന്നുമല്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള പെണ്ണ. സ്വത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്നോട് മനസ്സ് തുറന്ന് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു. അല്ലേലും മനസ്സ് തുറപ്പിക്കാതിനൊക്കെ നല്ല മിടുക്കാണല്ലോ. കാട്ടിക്കിടിച്ചാ തുറക്കാത്ത എന്റെ മനസ്സ് മേശ വലിപ്പ് തുറക്കും പോലെ ഈസി ആയിട്ട് തുറന്നു കളഞ്ഞില്ലേ? ദേ നജീക്ക, നിർത്തി. മീനാക്ഷിയെ കണ്ടപ്പോ ഏതോ മുജ്ജന്മത്തിൽ പരിചയമുള്ള ഒരാളെ കണ്ട പോലെയാ എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഈ മീനാക്ഷി കഴിഞ്ഞ ജന്മത്തിലെ ആതിരയുടെ അമ്മായി അമ്മായിരുന്നിരിക്കും. എന്തിന് അമ്മായി അമ്മ നാത്തൂനായ പോലെ? കഴിഞ്ഞ ജന്മത്തിലെ അമ്മായി അമ്മയാണ് ഈ ജന്മത്തിലെ നാത്തൂനായി ജനിക്കുന്നത്. ആണോ എന്ന് ചിലരൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ആ കുട്ടി എന്റെ നാത്തൂനായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയി. അത് പ്രശ്നമല്ല. കഴിഞ്ഞ ജന്മത്തിൽ മീനാക്ഷിയുടെ അമ്മായി അമ്മയായിട്ട് ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ചാ മതി. അപ്പൊ ഈ ജന്മത്തിൽ അതിന്റെ നാത്തൂനാവും. മനസ്സിലായില്ലേ? ഈ ജന്മത്തിലെ നാത്തൂനായിട്ട് നീ ആ പപ്പടം ചേർത്ത്. ഇത് രാജ്യം വേറെയാണ്. ഇതങ്ങനെ മുതലേറെ ആൾക്കാർ കേട്ടാലുണ്ടല്ലോ ആ നിമിഷം നമ്മളെ എല്ലാരെയും ബാക്കപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വേണ്ട. നമ്മളെ പറഞ്ഞു വിട്ടാലേ ആ ഒറ്റ കൊമ്പൻ ഇവന്റെ മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങിക്കളയും. ഈശ്വരാ രക്ഷിക്കണേ. എന്നോട് നോണ പറഞ്ഞല്ലേ? നോണയാ? 4 മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതാണോ? നീനുവൊക്കെ താൻ പറഞ്ഞത് നിങ്ങക്ക് കല്യാണമേ കിട്ടിക്കില്ലേന്ന്. இவனை நம்ம அவுட் ஹவுஸ்ல தங்க வச்சதே தப்பு. மலையாளத்தை மாதிரி நம்ப கூடாது. பொம்பளைகளை வசீகரிக்கிற கூடோத்திரம் அவங்களுக்கு நல்லா தெரியும். கூடோத்திரம் வசியம். அவங்க பாஷையில கூடோத்திரம் தான் சொல்லுவாங்க.
என்னடி இது? மீனோத்த குளிச்சிட்டு இருக்கேன், சத்தம் போடாத. என்னடி இது? அந்த ஆளோட சட்டை ஏன் திருடிக்கிட்டு வந்த? சொல்லடி. அது 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 வந்து எனக்கு அவரை ரொம்ப பிடிச்சிருக்கு மாமா. அவரை எனக்கு கட்டி வச்சிடுங்க. என்னது? அவரை உனக்கு கட்டி வைக்கிறதா? உனக்கு என்ன பைத்தியமா? ஆமா, அவர் மேல எனக்கு பைத்தியம் தான். அப்பா கிட்ட அம்மா கிட்ட சொல்லி எங்க கல்யாணம் நீங்க தான் நடத்தி வைக்கணும். சொல்லுங்க மாமா, கட்டி வைக்கிறியா? கட்டி வைக்கிறேன். ரொம்ப தேங்க்ஸ் மாமா. ஆனா நான் சொல்ற மாதிரி நீ செய்யுமா? எது வேணாலும் செய்றேன். இந்த மாதிரி மாமாவுக்கும் மீனாட்சி அக்காவுக்கும் ரகசிய தொடர்பு இருக்குன்னு நீ சொல்லணும். அது அது நீ கண்ணாலே பார்த்தேன்னு சொல்லணும். சொல்றியா? அது போய்தானே மாமா. உனக்கு வந்த சரத்குமாருக்கு கல்யாணம் நடக்கணுமா வேண்டாமா? நடக்கணும். அப்ப நீ இது சொல்லித்தான் ஆகணும். சொல்றியா? யார்கிட்ட சொல்லணும்? அது நான் அப்புறமா சொல்றேன். அதுவரை யாருக்கிட்ட சொல்லக்கூடாது என்ன? சரிங்க மாமா. மாரியன் இந்த நேரத்துல ஏன் எங்க? அல்ல அது வந்து பின்னால என்னமா மறைச்சு ஒண்ணுல வச்சிருக்க? ஒண்ணுல என்ன நான் பார்க்க கூடாதா? என்ன என்ன மன்னிச்சிடுங்க குசரவா. இது மீனாட்சி தான் தந்தது. யாருக்கும் தெரியாம என்ன பார்க்கணும்னு மீனாட்சி தான் சொன்னா. என்ன விவரம் தெரிஞ்சுக்க அவள் ரூமுக்கு போனேன். என் மேல அவளுக்கு இத்தனை ஆசை இருக்கணும்னு நான் கனவு கூட நினைக்கல. ஆனா ஆனா தப்பு நடந்து போச்சு. நான் ஒரு ஆம்பளை தானே. நாளைக்கு சரவணனுக்கு நிச்சயதார்த்தம் செய்ய போற பொண்ணுன்னு அவளை தானே நினைக்கணும். இந்த விஷயம் வெளியே யாருக்குமே தெரிய வேண்டாம். நீ அவளுக்கு தாலி கட்டிடு. நான் இந்த பக்கமே நீ வர வேண்டாம். நான் பொறுக்கையா இருக்கலாம், ஆனா எனக்கு வரப்போற பொண்டாட்டி வருவது எச்சிலா இருக்க கூடாது. நான் இப்படி எல்லாருக்கிட்ட சொல்றேன். வேண்டாம், உனக்கு பிடிக்கலன்னா நானே அவள் கழுத்துல தாலிடுறேன். நாளைக்கு நிச்சயதார்த்தத்துக்கு நாட்டாம வரும்போது எல்லாருக்கும் முன்னால இந்த தப்பு நானே ஏத்துக்கிறேன். மாப்பிள்ள வந்த போல இருக்கு, வாங்கடி. அதுதான் மாப்பிள்ளையா? இல்ல இல்ல, அவருக்கு இன்னும் கல்யாணமே ஆகல. நாட்டாம வந்துட்டாரு. மீனாட்சி கூட்டிட்டு எல்லாரும் கீழே வந்துருங்க. கல்யாண பொண்ணுங்க அழைச்சிட்டு வரலையா? வந்துட்டு இருக்காரு. ஆரம்பிக்கலாமா? எங்களுக்கு சம்மதம் தான். உங்களுக்கு சம்மதமா? ஆமாங்க ஐயா. மாப்பிளையோட பெற்றோர்களும் பொண்ணோட பெற்றோர்களும் நிச்சயதார்த்தத்தை ஒப்புக்கொண்டு இந்த தட்டை மாத்தலாம். அதற்கு முன்னாலே இந்த ஊரு சம்பிரதாயப்படி மாப்பிளையும் பொண்ணும் மனப்பூர்வமான சம்மதத்தை தெரிவிக்க வேண்டும். ஸ்ரீராமலிங்க முதலியார் அவர்களுக்கும் விசாலாட்சி அம்மாவுக்கும் பிறந்த சரவணன் என்ற சரவணலிங்க முதலியாரிடம் கேட்கிறோம். செல்வி மீனாட்சியை கல்யாணம் செய்கிறதுக்கு உனக்கு மனப்பூர்வமான சம்மதம் தானே? சரவணா, சொல்லுப்பா. மீனாட்சியை மணமகளாக ஏற்றுக்கொள்ள உனக்கு சம்மதம் தானே? ஏண்டா பேசாம நிக்கிற? சம்மதம் சொல்றதுக்கு ஏன் வெக்கப்படுற? இல்லை. இந்த கல்யாணத்துக்கு மீனாட்சியை மணமகளா நிச்சயம் பண்ண எனக்கு சம்மதம் இல்லை.
എന്താടാ നീ പറയുന്നത്? തമാശ പറയാനുള്ള സമയമല്ലത്. എന്താ ഈ കല്യാണത്തിന് നിനക്ക് സമ്മതരാത്തന്റെ കാര്യം എന്താ? വേറൊരാളുമായി രഹസ്യ ബന്ധമുള്ള ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട. അത് തന്നെ. സംഗതി ചളായിന്നാ തോന്നുന്നത്. അഡ്വാൻസ് ഇത്തിരി കയറ്റി വാങ്ങായിരുന്നു. എന്റെ മോളെ പറ്റി ഇല്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ, അവൾ കാര്യമായിട്ട് രഹസ്യബന്ധം ഉണ്ടെന്നാ നീ പറയുന്നത്. കണ്ണാലെ പാത്ത സാക്ഷി എന്നെ പറയും. മറിയണേ, எல்லோரும் என்ன மன்னிக்கணும். யாரா இருந்தாலும் நாட்டாம முன்னால சேர்ந்த தப்பொப்புக்கொள்றதா நியாயம். ஆனா நான் சொல்ல நல்லா இருக்காது. மரதகம், சொல்லுங்கம்மா. நீ கண்ணால பார்த்து சொல்லுங்கம்மா. சொல்லுங்கம்மா, நீ என்ன பார்த்தே? நான் சொல்றேன். எனக்கு ஒராளோட ரகசிய தொடர்பு இருக்கிறது சத்தியம்தான். மீனாட்சி, அம்மா என்னோட க்ஷமிக்கணும். சொல்லு, யார் அவன்? அவர்தான். ഞാനും? എനിക്കൊന്നും അറിയില്ല. അറിയാതാ? വെറുതെ ഇല്ലാ വചനം പറഞ്ഞാലുണ്ടല്ലോ, വായും മനസ്സും അറിയാത്ത കാര്യമാണ്. அறியாத காரியமா? எங்க ஊரு பொண்ண கெடுத்து விட்டு யாருக்கும் தெரியாம எவன் தலையிலேயாவது கெட்டி வைக்கலாம் நினைச்சிருக்கியா? ആര് കെടുത്തുന്ന്? ഞാൻ അത്രക്കാരനൊന്നുമല്ല. വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. பெரிய யோக்கே, நீ எங்க காதல பூ வைக்க பாக்குறியா? ஒரு பொண்ணு இத்தனை பேர் முன்னாடி வச்சு அவளோடு தொடர்பு இருக்கிற புருஷன் நீ தானே சொல்றா. நீ என்னடா ஒன்னும் புரியாதுன்னா சொல்றேன். ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് ഈ പെങ്കൊച്ചുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്നെ വിട്ടേക്ക്. വഴിവിട്. டேய், போய் தூக்கிட்டு வாங்கடா அவனை. இல்லைங்கடா, இங்க இருந்து உனக்கு தப்பிக்க முடியாதுன்னே. ഇവനാരാന്ന് വെച്ചാ നിങ്ങൾ ഈ കളി കളിക്കുന്നത്? കളരിക്കൽ അച്ഛനും കുട്ടിയെ തൊട്ടാ തൊട്ടവൻ വിവരം അറിയും. എന്റെ അളിയന, സ്വന്തം അളിയൻ മൈത്തുണ്. നാട്ടാമേ, ആയുഷ്കാലം കല്യാണമേ കഴിക്കില്ലെന്ന് ശപഥമെടുത്തിരിക്കുന്ന നിത്യ ബ്രഹ്മചാരിയാണ് എന്റെ അളിയൻ. അറിയാവോ? അങ്ങനെ ഒരു പെണ്ണിന്റെ മുന്നിലും അടിയറവ് പറയുന്നതല്ല ഈ മനസ്സ്. ഇനി അറിയാതെ എന്തെങ്കിലും ഒരു ചാബല്യം നിങ്ങൾ പറയുന്ന ഈ തുടർവ് നിങ്ങളുടെ പെണ്ണിനോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടാനും എന്റെ അളിയൻ തയ്യാർ. അച്ചുവേട്ട, ചതിയായത്. പുര കത്തുമ്പോ വാഴ വെട്ടാൻ നിൽക്കരുത്. നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കുന്ന ഇങ്ങനെയല്ല. ഈ സമയത്ത് മസിലും വീർപ്പിച്ച് വാശി പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ജീവനോടെ കൊത്തി നോക്കി നൂലിൽ കളർ ചേർക്കും. തൽക്കാലം സമ്മതിക്കും. என்னடா மச்சானும் சேர்ந்து ரகசியம் பேசுற? ഒന്നുമില്ല നാട്ടാമേ, എന്റെ മച്ചാൻ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടും. കെട്ടുന്ന പ്രശ്നമില്ല നാട്ടാമേ, ഞാൻ നിരപരാധിയാണ്. മീനാക്ഷിയെ കെട്ടണോ? കെട്ടുന്ന പ്രശ്നമില്ലാന്ന് പറഞ്ഞില്ലേ? കെട്ടില്ല. നീ ആരുടെ അഭിപ്രായം പറയാൻ? அப்படினா உனக்கு நான் 7 நாள் டைம் தர்றேன். அதுக்குள்ள நிரபராதின்னு நிரூபிச்சு காட்டு. முடியலனா 10வது நாள் நீ மீனாட்சி கழுத்துல தாலியை கட்டணும். இது நாட்டாமை தீர்ப்பு. கடவுளே, ஏகாந்தரா.